പഴയത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമായിരുന്നു. പെങ്ങളപ്പനും കൂടിയാണ് കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. ഞാനിങ്ങനെ തെണ്ടി തിരിഞ്ഞിങ്ങനെ നടക്കലായിരുന്നു. ചേച്ചിയാണോ? അല്ല, അനീത്യ. അവള് കുറച്ചാള് എനിക്ക് ചിലവിന് തന്നുണ്ട്. ഇടയ്ക്ക് അമ്മ ചെറിയ ചെറിയ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു, ഇതോടുകൂടി ഞാൻ പരിപാടി നിർത്താണ്, ഇതാണ് ലാസ്റ്റ്. അങ്ങനെ വരെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. ചിലർക്ക് നേരത്തെ ശരിയാവും, ചിലർക്ക് കുറച്ച് കഴിഞ്ഞ് ശരിയാവും. സമയം, ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യണമായിരിക്കില്ലല്ലോ നമ്മുടെ ജീവിതം. 15-ാമത്തെ വയസ്സിൽ മൈസൂരിലേക്ക് അച്ചമ്പട്ടം അന്വേഷിച്ച് താങ്കൾ പോയി എന്ന് ഞാൻ കേട്ട കഥ ശരിയാണ്? സത്യം. ഞാൻ അവിടുത്തെ സെമിനാരിയിലെ ഫോണിൽ നിന്ന് ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റണില്ല അമ്മ, അപ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അത് അപ്പം എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ, നമുക്ക് വിളിക്കാൻ ഒരു ഫോണുണ്ട്, അച്ഛന് ഇതേ ഫോണിൻ്റെ കണക്ഷൻ അപ്പുറത്തുണ്ടെന്ന് തോന്നുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒരാളുടെ അടുത്തൊക്കെ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ മടത്തിൽ പോയി തിരിച്ചു വന്നൊരു വെച്ച ഇടി കിട്ടിയോ? ഇടി വന്നിട്ട് ഞാൻ ഓടി, ഞാൻ ആ ടൈം ഓടി അടിച്ചു. നീ മടത്തിൽ പോയി തിരിച്ചു വന്നു, ഞാൻ സെമിനാരിൽ പോയി തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയല്ലേ, അടിപൊളിയല്ലേ. ഇതിങ്ങനെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പ്രായത്തിൻ്റെ ശരിയായിക്കണം. അപ്പോൾ ഓക്കെ, നമോ ഭാഗം എന്ന് പറഞ്ഞിട്ട് വേറെ പോയി. When there is no struggle, there is no strength. വെൽക്കം ടു ലൈഫ് ബിഹൈൻഡ് ദി മൈക്ക് പോഡ്കാസ്റ്റ്. ഞാൻ രേണു. എനിക്കൊപ്പമുള്ളത് മനസ്സും ശരീരവും ഒക്കെ ആകപ്പാടെ മാറ്റിയിട്ടുള്ളൊരു വ്യക്തിയാണ് ആന്റണി പെപ്പെ. വെൽക്കം. നല്ല ഇൻട്രോ അല്ലേ? അല്ല, ശരിക്കും ദാവീദിന് വേണ്ടിയിട്ട് നല്ല ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിലറിയാം. അങ്കമാലിക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൂർക്കയും പോർക്കും ഒക്കെ ടേബിളിൽ നിന്ന് ദാവീദിന് വേണ്ടി മാറ്റേണ്ടി വന്നോ? പിന്നെ ഉറപ്പായിട്ട് മാറ്റേണ്ടി വന്നു. ഞാനൊരു RDX കഴിയുന്ന സമയത്ത് എനിക്കൊരു 96 പോയിന്റ് സംതിങ് അത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു. ദാവീദിന് വേണ്ടി ഒരു 22 കിലോ കുറച്ചു. ഞാൻ ലാസ്റ്റ് ക്ലൈമാക്സ് ഷൂട്ട് ആയപ്പോഴേക്കും 74 ആയി. അതുപോലെ ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ്, സത്യമാണോ എന്ന് പറയണം. 15-ാമത്തെ വയസ്സിൽ മൈസൂരിലേക്ക് അച്ചമ്പട്ടം അന്വേഷിച്ച് താങ്കൾ പോയി എന്ന് ഞാൻ കേട്ട കഥ ശരിയാണോ? അതെ. അത് പക്ഷേ എനിക്ക് ആ സമയത്ത് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹമായിട്ട് തന്നെ പോയത്, അല്ലാണ്ട് വേറെ. നിങ്ങൾ ഞാൻ തന്നെ അച്ഛനാവണമെന്ന്? അത് ഞാൻ ശരിക്കും അങ്ങനെ, എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി. എനിക്ക് തോന്നുന്നു 9 മാസത്തിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ട് അവിടെ. 9 മാസം നിന്ന് കഴിഞ്ഞപ്പോൾ ഫ്രീഡം എന്നുള്ളൊരു സംഭവം ഭയങ്കരമായിട്ട്, അതാണ് എനിക്ക് പ്രശ്നമായിട്ട് ഫീൽ ചെയ്തത്. ഫ്രീഡം അതവിടെ കുറച്ച്, പക്ഷേ അവിടുത്തെ റൂളൊക്കെ അനുസരിച്ച് നിന്നാൽ മാത്രമാണ് നമുക്ക് ഒരു വൈദികനാവാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് മാറി. എനിക്കും ഫ്രീഡം വേണം എന്നുള്ളൊരു, ആ സമയത്ത് എൻ്റെ തോട്ട് അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിർത്തിപ്പോകുന്നത്. ഈ പോകാൻ നേരത്ത് നമ്മൾ ചെറുപ്പം തൊട്ട് നമ്മുടെ പേരൻസ് കാണുമല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഗജപോക്കരിയായിരുന്നു. അപ്പോൾ എന്നെ അവിടുത്തെ ഈ മഠത്തിലെ സിസ്റ്റർമാർ ഒരു 10ാം ക്ലാസ്സൊക്കെ ആവുന്ന എല്ലാവരെയും ക്യാമ്പിന് കൊണ്ടുപോകുമല്ലോ. എൻ്റെ വീട്ടിൽ വന്നപ്പോഴേ ഇതാണ്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, പൊന്നു സിസ്റ്ററെ മഠം പൊളിക്കും, വെറുതെയാണ് നിങ്ങൾ വിളിക്കണ്ട. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് നല്ല സിസ്റ്റർമാരായിട്ട്. അമ്മ പറഞ്ഞു, ഈ വാക്ക് അവൾ അവിടെ നിന്ന് പൊളിച്ച് പുറത്തിയാടുവോ, അല്ലെ അത് പറ്റത്തില്ല, അവളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ എന്നെ വിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ എല്ലാ പിള്ളേരും പോയി. അപ്പോൾ പെപ്പയെ ചെറുപ്പം തൊട്ട് പേരൻസ് കാണുകയാണല്ലോ. അപ്പം ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ നിന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ അനിയൻ അച്ഛനാണ്, പിന്നെ അമ്മയുടെ അനിയത്തിമാർ 2 സിസ്റ്റേഴ്സാണ്. അപ്പം അവർ വിചാരിച്ച് അങ്ങനെയെങ്കിലും പോയിട്ട് സ്വഭാവം നന്നാവുമെന്ന് വിചാരിച്ചു. പക്ഷെ പോയി പക്ഷെ സ്വഭാവം നന്നായില്ല. എക്സ്പീരിയൻസ് ആയല്ലോ, ഭയങ്കര അത് വേറെ ലൈഫാണ്. കൃത്യം ഒരു നമ്മൾ രാവിലെ 5 മണി ആ സമയത്ത് എണീക്കണം. അത് ഞാൻ മൈസൂരായിരുന്നു, തണുപ്പ്. പിന്നെ അത് കഴിയുമ്പോൾ പക്ക എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ ഇരിക്കും. എല്ലാ ദിവസവും ഒരേപോലെ തന്നെ ഫീൽ ചെയ്യും. കാരണം എല്ലാ ദിവസവും ഒരേ ടൈമിലെല്ലാം ഭയങ്കര കൃത്യനിഷ്ഠത പരിപാടികളാണ്. ആ ടൈമിൽ ഇന്ന കാര്യം ചെയ്യണം. ഇപ്പം നമുക്ക് ഇപ്പോൾ രാത്രി എനിക്ക് തോന്നുന്നു 8:30 ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ള സമയമാണ് എല്ലാവർക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10:30 മാക്സ്, 10:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെല്ലടിക്കും, ഉറങ്ങിക്കൊള്ളാം.
അത് നമ്മൾ പഠിക്കാതിരിക്കുമെന്ന് അവർക്ക് മാറ്ററല്ല. എക്സാമിന് നമ്മൾ ഈ കുറച്ചുകൂടി സമയം വേണം, അതൊന്നും സമ്മതിക്കില്ല. കറക്റ്റ് സമയത്ത് എല്ലാം ക്ലോസ്. ഡിസിപ്ലിൻ. ഭയങ്കര ഡിസിപ്ലിനാണ്. 9 മാസം പിടിച്ച് നിന്നല്ലോ. 9 മാസം നിന്നു. ഇങ്ങനെ വീട്ടിൽ വിളിച്ച് പറയായിരുന്നു എന്നെ കൊണ്ട് പറ്റും. സത്യം, ഞാൻ അവിടുത്തെ സെമിനാരിയിലെ ഫോണിൽ നിന്ന് ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റണില്ല അമ്മ, അപ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഫ്രീഡം കിട്ടില്ല എന്നൊരു തോന്നല്. അതാട്ടോ സത്യം. അത് അപ്പം എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ നമുക്ക് വിളിക്കാൻ ഒരു ഫോണുണ്ട്, അച്ഛന് ഇതേ ഫോണിൻ്റെ കണക്ഷൻ അപ്പുറത്തുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛനത് മനസ്സിലായെന്ന് തോന്നുന്നു. അല്ല, അവർക്ക് ചിലപ്പോൾ അതിന് മുന്നേ കിട്ടിക്കാണും. ആദ്യത്തെ 3-4 മാസം ആയപ്പോഴത്തേനും ഈ കുഞ്ഞാടി ഈ വഴി പോണ കുഞ്ഞാട. നമ്മളിപ്പോൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ വിടില്ല. നമ്മുടെ അടുത്ത് ഒരാഴ്ച ആലോചിക്കാൻ പറയും, 1 വീക്ക് ആലോചിക്കാൻ പറയും. അവിടെയൊക്കെ അങ്ങനെയാണ് നമ്മുടെ അടുത്ത്. പിന്നെ അത്ര നല്ല സ്വഭാവമുള്ളവരെ അപ്പം തന്നെ പറഞ്ഞു വിടും. നിങ്ങളെങ്ങനെ സത്യം പറ? എന്നെ ഒരാഴ്ച എൻ്റെ അടുത്ത് ഒരു ജോളി എന്ന് പറഞ്ഞൊരു അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി വന്നിട്ട് പുള്ളി പറയാം എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അച്ഛന്മാര് കള്ളം അല്ലല്ല കാര്യമായിട്ട്. അപ്പം പുള്ളി നല്ല സ്പിരിച്വൽ ഫാദറാണ്. അപ്പം പുള്ളി വന്നിട്ട് ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷയുള്ള ഒരാളായിരുന്നു. ഞാൻ സ്വപ്നം കണ്ടതാണ്. അപ്പോൾ ഒരാഴ്ച ശരിക്കും ആലോചിച്ചിട്ട് തീരുമാനം എടുക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അച്ഛാന്ന് പറഞ്ഞു. വേറെ ശിവരിത് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ പോയി പറഞ്ഞു, അച്ഛന്മാരുടെ അടുത്ത് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് നമ്മുടെ അടുത്ത് പെരുമാറിയൊന്നുമില്ല കേട്ടോ. ഇവൻ പോകാൻ നിൽക്കണവനുള്ള തെണ്ടി, ഇവന് എന്തെങ്കിലും പണി അങ്ങനെയൊന്നുമില്ല. അവര് പക്ക നല്ല രീതിയിൽ തന്നെ പെരുമാറുള്ളൂ. ശരിക്കും നല്ല ലോഹയൊക്കെ മടക്കി കുത്തി ഇടിക്കണ ഒരു അച്ഛനെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മിസ്സായിപ്പോയത്. എന്തൊരു അങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാണ്ടല്ല നല്ല പൊട്ടിക്കലിട്ട് ആൾക്കാരുടെ ഇല്ല, നല്ല ഇതുണ്ടല്ലോ ഡാൻസ് ഒക്കെ കളിക്കണ അച്ഛന്മാരിൽ ഇപ്പോ ഇടിക്കാൻ ചെന്ന് നോക്കാം, അപ്പൊ കിട്ടും. അത് നിങ്ങളെ പോവാത്തോണ്ട് ഇനി അതിലൊരു സാഹചര്യം ഇല്ലല്ലോ. വന്ന സമയത്ത് ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? മിടുക്കം തിരിച്ചെത്തിയിരുന്നു അതോ ഈ ഒരു വഴി? അങ്ങനെയൊന്നുമില്ല. ഇനി എന്താ അടുത്ത പരിപാടി എന്താന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ +1 +2 പഠിക്കാന്ന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള പോയത്. അപ്പൊ +1 +2 ചേരാൻ അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഇല്ല, അതിൻ്റെ ഗ്യാപ്പിൽ എങ്ങും കയറിയില്ല, ജോലിക്കൊന്നും പോയിട്ടില്ല. ഇല്ല, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കുറച്ചാൾ തെണ്ടി തിരിഞ്ഞ് നടന്ന് പിന്നെ അടുത്ത +1 കയറി. നന്നായി. പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുള്ളത് വളരെ നന്നായി. കുറെ നാൾ ആലോചിക്കേണ്ടി വന്നില്ല. പക്ഷെ ഇതിനിടയിലാണ് എൻ്റെ അടുത്ത സംശയം. 9 വർഷം പ്രണയിച്ചാണ് താങ്കൾ പ്രണയിച്ചത്? 6 വർഷമാണോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 6 വർഷം പ്രണയിച്ചുള്ളൂ, സത്യമാണോ? നമ്പർ മാറ്റി പറയണല്ലോ. അപ്പം ഈ ഒരു ഷോർട്ട് ഫിലിമിലുണ്ടല്ലോ, നീ എന്തിനാ ചക്കരെ പള്ളിയിലച്ഛനാകാൻ, ഷോർട്ട് ഫിലിം ആസ്വദിക്കുക, എന്തിനാ പള്ളിയിലച്ഛൻ പട്ടത്തിന് പോയി ചോദിക്കണ പോലെ സെമിനാറിയിലോട്ട് ആ ഫോണൊന്നും വന്നില്ലായിരുന്നല്ലോ, എന്തിനാണ് എന്നെ ഇട്ടിട്ട്? ആ സമയത്തൊന്നും പ്രണയിച്ചിട്ടില്ല. അപ്പൊ നമ്മള് ഇതുകൊണ്ട് തന്നെയാ പോകുന്നത്. ആ സമയത്ത് ഇല്ലില്ല, ഒരിക്കലും ഇല്ല. ആ സമയത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒരാളുടെ അടുത്തൊക്കെ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അതൊന്നും നമ്മളെ കൊണ്ട് പറ്റിയ പരിപാടിയല്ല എന്ന് തോന്നിയിട്ട് നമ്മൾ പിന്നെ അതൊക്കെ മനസ്സിൽ നിന്ന് അങ്ങ് പോയി. നമ്മളെ കൊണ്ട് പറ്റില്ല എന്നാണോ നമ്മൾ പറഞ്ഞിട്ട് വലിയ ഗുണമില്ലാത്തോണ്ട്? ഇല്ലില്ല, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. വൺ സൈഡ് എന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞേ. അതാണ് ഞാൻ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ശരി, ആദ്യമായിട്ട് ഈ കുട്ടിയുടെ അടുത്താണോ പറയണേ? അല്ലല്ല, വേറെ. കാരണം നമ്മള് കഥകൾ പലത് കേട്ടിട്ടുണ്ട്. വേറെ ഞാൻ +2 പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ തന്നെ മടത്തി പോയി തിരിച്ചു വന്നൊരു വച്ച. ഞാൻ ആ ഡയലോഗ് അടിച്ചു, നീ മടത്തി പോയി ഞാൻ സെമിനാരിൽ പോയി തിരിച്ചു വന്നു. അപ്പൊ നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയല്ലേ, അടിപൊളിയല്ലേ, ആത്മീയതയിലും നമ്മൾ ഒന്നിച്ചു. അങ്ങനെയൊന്നല്ല, ഞാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിക്കാരി ചിരിച്ചിട്ട് അത് ശരിയാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ സെറ്റായത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നടക്കാം, പുള്ളിക്കാരി മാത്രം, കൂട്ടുകാരന്മാരൊക്കെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ പറയണ്ട, അപ്പോൾ പുള്ളിക്കാരി പ്രായത്തിൻ്റെ ശരിയായിക്കോളും. അപ്പോൾ ഓക്കെ നമോ ഭാഗം എന്ന് പറഞ്ഞിട്ട് നേരെ പോയി. ഒരു തീരുമാനമായി. അതുകൊണ്ട് തീരുമാനമായി. പിന്നെ കുറച്ചാൾ വെറുതെ എങ്ങനെ കണക്ക് കൂട്ടിയാലും അങ്ങോട്ട് ഒക്കണില്ലല്ലോ പെപ്പേ. അച്ഛൻ അതിനിടയിൽ ഒരു ഗ്യാപ്പ് 2 കൊല്ലം പഠിത്തം, പിന്നെ ഒരു 6 കൊല്ലം പ്രേമിക്കാനും കൂടെ കിട്ടണം ഉണ്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സെമിനാരിൽ പോയത്. അപ്പോൾ 1 വർഷം അങ്ങനെ പോയില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ +1 +2 18ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ UC കോളേജിൽ BCAക്ക് ചേർന്നു. അത് വർക്കൗട്ടായില്ല, അങ്ങനെ 1 വർഷം പോയി.
അത് പോക്കുകൾ ഒരുപാട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മഹാരാജസിൽ കയറുന്നത്. അത് വർക്കായി. അത് അവിടെ എന്തൊക്കെ വർക്കായി? പഠിത്തം മാത്രം? അവിടെ അങ്ങനെ 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 മര്യാദക്ക് വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഇടി കിട്ടുന്ന കോളേജാണ്. ചുമ്മാ അങ്ങനെയൊന്നുമല്ല, അങ്ങനെ അതുകൊണ്ടല്ല, നമ്മളങ്ങനെ അങ്ങനെ പോയില്ല. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുൾ ചില്ലിങ് പരിപാടികളും പിന്നെ അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ അങ്ങ് പോയി. അതുപോലെ ഇപ്പം പെപ്പയെ കാണുമ്പോൾ എല്ലാ ഇൻ്റർവ്യൂസിലും ഞാൻ കാണുന്നൊരു കാര്യമാണ്, ചെല്ലുന്ന ഉടനെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൂർക്ക, പോർക്കറി, അങ്കമാലി, അങ്കമാലി, പോർക്കറി, കൂർക്ക. ചില ഇൻ്റർവ്യൂസിൽ ഇപ്പം ഇരുന്ന് കഴിയുമ്പോൾ ആലോചിക്കാറുണ്ട്, പിന്നെ വന്നു, പിന്നെ പിന്നെ എൻ്റെ കൂർക്ക. സെയിം റിപ്പീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുമല്ലോ. ഇല്ല, മനസ്സിൽ ചിന്തിക്കാറുണ്ടോ, മടുത്ത് ഞാൻ, ഇനി എന്നോട് ഇത് ചോദിക്കാതിരുന്നൂടെ ചിന്ത വന്നു തുടങ്ങിയിട്ടുണ്ടോ? അത് എന്തായാലും ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഞാൻ അതിലോട്ട് കടക്കുന്നില്ല അധികം. പിന്നെ ഈ സിനിമയിൽ വന്ന സമയം പോലെയല്ല ഇപ്പം പണമായി, പ്രശസ്തിയായി, അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു സെറ്റപ്പായി. പക്ഷേ അപ്പൻ ഇപ്പോഴും ഓട്ടോ കൊണ്ട് ഇല്ല, ഇപ്പൊ പുള്ളി വണ്ടി ഓടിക്കണില്ല. കാരണം പുള്ളി ഫിസിക്കലി കുറച്ച് പ്രശ്നമായിട്ട് മറ്റേ എന്താ വയ്യാണ്ടിരിക്കുക. അപ്പോൾ അത് കാരണം വണ്ടി ഓടിക്കണില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നിർത്തിയതല്ലേ? അല്ലാണ്ട് മകൻ ചെന്നിട്ട് ഡാഡി ടേക്ക് റെസ്റ്റ്, അങ്ങനത്തെ നമ്മളെ അവരുടെ ഫ്രീഡത്തിലോ അവരുടെ ഹാപ്പിനെസ്സിലോ നമ്മൾ കൈയെടുത്താൻ പോകാറില്ല. പുള്ളിക്ക് ഇഷ്ടമുള്ളവരെ പുള്ളി എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ. അതേപോലെ എൻ്റെ ഫ്രീഡത്തിൽ അവർ കൈയെടുത്തില്ല. നമ്മൾ രണ്ട് സൈഡിലേക്ക് വെക്കണമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം പല ആളുകളുണ്ടല്ലോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പറയുന്ന സമയത്ത് ഞാൻ ചിലപ്പോഴെങ്കിലുമൊക്കെ, നമുക്ക് ഒത്തിരി പേരെ അറിയാമല്ലോ, അപ്പോൾ അവർ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് പലപ്പോഴും പറയാൻ മടി കാണിക്കുന്നവരാണ്. അതായത് ഞാനൊരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരുന്നതാണ്, എനിക്കിങ്ങനത്തെ എൻ്റെ അപ്ബ്രിങ്ങിങ്ങിൽ ഞാൻ കഷ്ടപ്പെട്ടു എന്നൊന്നും പറയാത്ത ആളുകൾ ഒത്തിരിയുണ്ട്. പക്ഷേ യു ഹാവ് ബീൻ ഭയങ്കര ഡിഫറെൻറ്റ്, ഓൾവേസ് ബീൻ വെരി പ്രൗഡ് ഓഫ് എന്തിന്ന് വന്നു, ഞാൻ എന്തായെന്ന് പറയുന്നതിൽ എപ്പോഴും അഭിമാനം കണ്ടെത്തുന്ന ഒരാളായിട്ടാണ് എനിക്ക് പെപ്പെ തോന്നിയിട്ടുള്ളത്. ഈ ശരിക്കും പറഞ്ഞാൽ അപ്പൻ്റെ ഒരു വരുമാനത്തിലല്ലേ നിങ്ങൾ ചെറുതായിരുന്ന സമയം മുഴുവൻ ജീവിച്ചുകൊണ്ടിരുന്നത്? വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് അമ്മ ചെറിയ ചെറിയ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു, പിന്നെ അമ്മ നിർത്തി. അത് കഴിഞ്ഞപ്പോൾ പെങ്ങൾ ജോലിക്ക് കയറി കാരണം പിന്നെ പെങ്ങളാണ് പെങ്ങളപ്പനും കൂടിയാണ് കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. ഞാനിങ്ങനെ തെണ്ടിത്തിരിഞ്ഞിങ്ങനെ നടക്കലായിരുന്നു. ചേച്ചിയാണോ? അല്ല, അനീത്യ. പാവം, ഞാൻ ശരിക്കും വിചാരിച്ചു അനിയത്തിന്ന് കേട്ടേക്കാം. അവള് കുറച്ചാള് എനിക്ക് ചെലവിന് തന്നുണ്ട്. മേടിക്കാനുണ്ടോ? നന്നായി. അപ്പോൾ ഈ ചെറുതായിരിക്കുന്ന സമയത്ത് യൂഷ്വലി നമ്മൾ കഷ്ടപ്പാടിൽ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് തോന്നില്ലേ, പാവൻ്റെ അപ്പൻ, ഞാൻ ഈ ഓട്ടോ കഴുകിയും അല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുത്തു എൻ്റെ അപ്പനെ സഹായിക്കണം, അല്ലെങ്കിൽ അപ്പൻ ഇടയിൽ ചുമ്മാ നടക്കാണ്ട് പണിയെടുക്കണേ. അതൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം മാത്രമല്ല, അമ്മയും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അവര് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കുമല്ല ഇത് അവര്. അപ്പൊ നമ്മൾ എന്ത് പറയും, പ്ലീസ് യങ് ജനറേഷൻ. അങ്ങനെയല്ല, ഞാനിങ്ങനെ എല്ലാം ഇങ്ങനെ ഭൂമി ഉരുണ്ടള്ളിരിക്കണേ, അത് ശരിയാവും. നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം, ശരിയാവും എന്നെങ്കിലും വന്നല്ലോ. എൻ്റെ നമ്പർ വന്നു. അതിങ്ങനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് നേരത്തെ ശരിയാവും, ചിലർക്ക് കുറച്ച് കഴിഞ്ഞ് ശരിയാവും. സമയം ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. ഇനി അങ്കമാലി ഡയറീസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, 100ഓളം പുതുമുഖങ്ങൾ ലിജോ ജോസ് പെല്ലിശ്ശേരി വരണം, ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസും. ഞാൻ ഈ സിനിമയ്ക്ക് മുന്നേ തന്നെ ഇതിൻ്റെ ചില ഡിസ്കഷൻസ് കേട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ആളെ അന്വേഷിക്കുന്ന കഥയൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അന്ന് ശരിക്കും ഒരു ഓഡീഷനൊക്കെ കഴിഞ്ഞിട്ടാണോ അതിലോട്ട് വരണേ? അത് എന്ത് ടൈപ്പ്, പ്രത്യേകിച്ച് ആ ഒരു സിനിമയുണ്ട് ആദ്യം ഇടിച്ചു കാണിക്കാനാണോ പറഞ്ഞത്? അല്ലല്ല, അത് ഞാൻ ഓർക്കുന്നുണ്ട്. മറ്റേ ട്രെയിനിൽ യാത്ര ചെയ്യണം, അപ്പോൾ ഒരു ഓപ്പോസിറ്റ് അഭിനയിക്കാനായിട്ടൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ, അതായത് ഞാൻ വെറുതെ ഫോണും പിടിച്ചിങ്ങനെ ഇരിക്കണം. അപ്പോൾ പെൺകുച്ചി എൻ്റെ അടുത്ത് പറയും, ഫോട്ടോ എടുത്തിട്ടേന്ന് ചോദിക്കുക. എൻ്റെ ഫോട്ടോ എടുത്തിട്ടേന്ന്. അപ്പോൾ അതിന്മേന്നുള്ള നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച്. അപ്പോൾ ആദ്യം ഞാൻ ചിരിച്ച് കളിച്ച് എന്താണ് വെറുതെ ചുമ്മാ തമാശ പറയുന്നതാണ്. പുള്ളിക്കാരി സീരിയസ് ആയിട്ട് പറയും. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ദേഷ്യത്തിലേക്ക് അങ്ങനെ എന്തൊരു സംഭവമാണ് ആദ്യമായിട്ട് ചെയ്തത്. പിന്നെ സീൻസ് പടത്തിലുള്ള സീൻസ് കുറച്ച് ചെയ്യിപ്പിച്ചു. അങ്ങനെ കുറേ ചെയ്യിപ്പിച്ചു. വന്നിട്ട് ദേഷ്യത്തിലാന്ന് തോന്നുന്നു ഇവ മതിയും തീരുമാനിച്ചു. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അവര് അങ്ങനെ എന്നെ കണ്ടിപ്പോ സെലക്ട് ഒന്നും ചെയ്തിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ഒപ്പം തന്നെ വേറെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ഓഡിഷൻസ് ഈ അങ്കമാലി പള്ളിയിൽ തന്നെ 2-3 ദിവസത്തെ ഓഡിഷൻ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇത് കഴിയുമ്പം ഫസ്റ്റ് സിനിമ, അമ്മ, പെങ്ങള്, നാട്ടുകാര്, അപ്പനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ശരിക്കും ആദ്യത്തെ സിനിമ ഒരു സെലിബ്രേഷൻ ആയിരുന്നു നിങ്ങളുടെ നാട്ടിൽ? പിന്നെ ഉറപ്പായിട്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഉണ്ടാകുന്നൊരു എക്സ്പീരിയൻസ് ഭയങ്കര, നമുക്കത് എന്താ പറയുക, അത് അനുഭവിക്കാൻ തന്നെ വേണം. അത് ഗംഭീരമായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കണ്ട ഫസ്റ്റ് ഷോ.
അങ്കമാലി തന്നെയുണ്ട്, കാർണിവൽ സിനിമാസിൽ. ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ക്രിക്കറ്റ് ഭ്രാന്തനാണ്, ക്രിക്കറ്റും ഫുട്ബോളും ഭയങ്കര ഇഷ്ടമാണ്. ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ക്രിക്കറ്റ് അല്ലേ ഒരുപടി മോളിൽ നിൽക്കുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നതും എല്ലാം ക്രിക്കറ്റ്. പ്രാക്ടീസ് ചെയ്യണത് ഇപ്പോൾ, ആദ്യം രണ്ടും കളിക്കായിരുന്നു. ഈ പെപ്പെ എന്നൊരു പേരാണല്ലോ താങ്കൾക്ക് കിട്ടിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റിനോട് ഒരുപാട് ആരാധനയുള്ള ഒരാൾക്കൊരു ഫുട്ബോൾ താരത്തിൻ്റെ പേര്, പക്ഷേ താങ്കൾക്ക് ഫുട്ബോളിനോടും പാഷനുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോൾ സിനിമയിലോട്ടുള്ള വരവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആകസ്മികമാണോ? അതായത് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന്, അല്ലെങ്കിൽ ഇതിലെത്തണം എന്ന് ഓർത്തിട്ട് അതിലോട്ട് വന്നതാണോ, അതോ ഇത് കറങ്ങി തിരിഞ്ഞ് എത്തിക്കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു ഇത്? എനിക്ക് എത്തണം എന്ന് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എങ്ങനെ എത്തും എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ചത് നമ്മുടെ കോളേജിലെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് ഷോർട്ട് ഫിലിംസും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും സിനിമ ചെയ്യുന്നു, അപ്പോൾ അതിനകത്തൊരു ചെറിയ റോൾ ചെയ്യുന്നു, അങ്ങനെ ചെയ്ത് അവരുടെ തന്നെ സിനിമകളിൽ ഇങ്ങനെ ചെയ്യുന്നു, പിന്നെ വേറെ സിനിമകളിൽ അവസരം കിട്ടുന്നു. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചത്. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യണമാതിരി ആയിരിക്കില്ലല്ലോ നമ്മുടെ ജീവിതം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് മൂവിയോട് കൂടി തന്നെ ഭയങ്കര ഒരു ചേഞ്ച്, ലൈക്ക് ഒരു ആദ്യത്തെ സിനിമ ഹിറ്റാവുക എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ലക്കും കൂടിയാണ് അല്ലേ? ആ സിനിമ വന്നു കഴിയുമ്പോൾ അത് ഭയങ്കര ലക്കാണ്. ഈ സിനിമയ്ക്ക് ശേഷമാണോ താങ്കൾ പ്രണയിക്കുന്നതും താങ്കളുടെ ലൈഫിൽ മാറ്റം വരുന്നതും? അല്ല, അതിക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അങ്കമാലി ഡയറീസിന് അതിക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. സാധാ പയ്യനെയാണ് അപ്പം ഇഷ്ടപ്പെട്ടതും പ്രണയത്തിലേക്ക് ആവുന്നതും ഒക്കെ. നിങ്ങൾ 2 രാജ്യത്ത് നിന്നിട്ടുള്ള പ്രണയമായിരുന്നില്ലേ? അല്ലല്ല, ഇവിടുന്ന് തുടങ്ങിയിട്ടാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത്. അതെ അതെ അതെ. കല്യാണം കഴിഞ്ഞിട്ടാണോ പക്ഷെ പുറത്തോട്ട് പോകുന്നത് പുള്ളിക്കാരി? അല്ലല്ല, അല്ലേ, ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നില്ലേ കുറേ നാള്? അതെ അതെ അതെ, ബാംഗ്ലൂരായിരുന്നു ആദ്യം, അത് കഴിഞ്ഞിട്ട് പിന്നെ അയർലൻഡിലേക്ക് പോയി. അങ്കമാലി ഡയറീസിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ കഥയാണെന്ന് വരെ ആളുകൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെയൊന്നുമില്ല, ഒട്ടില്ല. ഇനി ഈ അങ്കമാലി ഡയറീസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ ആക്ഷൻ സിനിമകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പാചകജാന്തരം കഴിഞ്ഞിട്ട് നമ്മൾ കരിയർ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ 13ഓളം സിനിമകൾ ചെയ്തു. അപ്പം പിന്നെ ഗ്രാഫ് ഒന്ന് മാറ്റി പിടിച്ച പോലെ, അതായത് ഇടി തല്ല് വേണ്ട, നമുക്ക് കുറച്ച് പ്രണയം, തമാശ, ആ ഒരു ലൈനിൽ വന്നു. പക്ഷേ ആ സിനിമകൾക്ക് ഈ സിനിമകളുടെ അത്രയും സ്വീകാര്യത നമ്മുടെ ഇടയിലേക്ക് കിട്ടിയില്ല. എന്നിട്ട് RDX വരുമ്പോഴാണ് ശരിക്കും വീണ്ടും ഭയങ്കരമായിട്ടൊരു ചേഞ്ച് വരണേ. അതൊരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു എപ്പോഴെങ്കിലും പെപ്പയ്ക്ക് ആ ഒരു ആംഗിളിൽ നോക്കിയാൽ? എനിക്ക് അതിനകത്ത് ആക്ഷൻ സീക്വൻസിന് കൈയിട്ടിപ്പല്ല എനിക്ക് സന്തോഷമായത്. അതിനകത്ത് കുഞ്ഞു കോമഡികൾക്ക് ആൾക്കാർ ചിരിക്കണം കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും തിയേറ്ററിൽ ഞാൻ ജയിച്ചുല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുള്ള് ആൾക്കാരെ നോക്കുമ്പോൾ ആൾക്കാരിരുന്ന് ചിരിക്കണമെന്ന് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ആക്ഷൻ സീക്വൻസിന് കൈയിട്ടിപ്പോൾ എനിക്ക് അത്ര വലിയ ഇതൊന്നും തോന്നിയൊന്നുമില്ല. എന്ത് മനുഷ്യനാണോ അല്ല, പക്ഷെ കുഞ്ഞു കോമഡിക്ക് ആൾക്കാരിരുന്ന് തിയേറ്ററിൽ നിന്ന് ചിരിക്കണം. അതത് കോമഡി ഒന്നുമല്ല, അത് സീനിൻ്റെ പവറാണ്, നമ്മുടെ പെർഫോമൻസിൻ്റെ ഇതല്ല. പക്ഷെ അതുവരെ വന്നപ്പോൾ ചുറ്റുമുള്ള ആൾക്കാരുടെ ആ തിയേറ്ററിൽ മൊത്തം ഉണ്ടാകുന്ന ചിരി, അത് നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചു, ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഇടിപ്പടം ഇതിൻ്റെ ഒരു ഇതിൽ പുള്ളി എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുക എന്ന് ഓർക്കുമ്പോൾ ഇതിലാണ് താങ്കൾ എക്സൈറ്റഡ് ആയത്. പക്ഷേ ആ ഒരു സമയത്തില്ലേ, ഈ ഒരു ഇതിൻ്റെ ഒരു ഇടയിലൊരു പീരീഡ് ഉണ്ട്, ഒരു സ്ട്രെസ് ഫാക്ടർ എഫക്റ്റ് ചെയ്തോ? കാരണം ഉണ്ടായിരുന്നു ഇല്ലേ, അതിൻ്റെ ഇടയിൽ അതായത് 1-2-3 പരിപാടികൾ വർക്കൗട്ട് ആയില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. അതായത് RDX ഷൂട്ട് ചെയ്യണേക്ക് മുമ്പ് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു, ഇതോടുകൂടി ഞാൻ പരിപാടി നിർത്താണ്, RDXോടുകൂടി പരിപാടി നിർത്താണ്, ഇതാണ് ലാസ്റ്റ്. അങ്ങനെ വരെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ RDX ഒന്നും ഒരിക്കലും വർക്കൗട്ട് ആവില്ല, എൻ്റെ മനസ്സിലെ തോട്ടാണ്. അതുണ്ടാവില്ല മനുഷ്യൻ. പക്ഷെ ഞാൻ തിയേറ്ററിലൊന്നും പോയൊന്നുമില്ല ഫസ്റ്റ് ഡേ. പക്ഷെ പടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര അപ്രീസിയേഷൻ കിട്ടി. അപ്പോഴെനിക്ക് വിശ്വാസമായില്ല. അത് കഴിഞ്ഞ് കുറച്ചും കൂടി അടുത്ത ദിവസമൊക്കെയാണ് ഞാൻ പുറത്തേക്ക് ചാടിയത്. നിങ്ങൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ചെന്നിരുന്ന എല്ലാവരും കൈയൊക്കെ അടിച്ചപ്പോൾ കണ്ണ് തുടയ്ക്കണ പരിപാടിയൊന്നും ഇല്ല? ഇല്ല, ഞാൻ പോകാറില്ല. യൂഷ്വലി പോകാറില്ല? ഇല്ല, ഞാൻ ജസ്റ്റ് തിയേറ്ററിൻ്റെ പുറത്തൊക്കെ ഒന്ന് കറങ്ങി ആ കണ്ടെയ്നർ റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ച് അങ്ങനത്തെ പരിപാടി. ഒരു സിനിമയും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കണ്ടിട്ടില്ല? അങ്കമാലി ഡയറീസ് കണ്ടിട്ടുണ്ട്. അത് എങ്ങനെയായിരുന്നു? അത് പക്ഷെ ഒന്നുമില്ലായ്കയിൽ നിന്ന് ചെല്ലുമ്പോൾ പോലും അത് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. പിന്നെ ഫസ്റ്റ് സിനിമ നഷ്ടപ്പെടാനില്ലല്ലോ. അത് വർക്കായില്ലെങ്കിൽ തന്നെ പിന്നെ വിളിക്കാൻ താൻ ഇനി നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ. അത് പിന്നെ രണ്ടാമത്തെ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് പടാന്ന് പറഞ്ഞത് കാണാൻ പറ്റുമല്ലോ. അങ്ങനെയായിട്ട് പോയിരുന്നുണ്ട്. പക്ഷെ ഈ ഒരു ജേർണിയിൽ ഇപ്പം 1 ആഫ്റ്റർ ദി അതർ സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലെന്ന് പറയുമെങ്കിലും ആദ്യം കിട്ടിയ അങ്കമാലി ഡയറീസ് നമുക്കിവിടെ ഇരിപ്പുണ്ട്.
അതിൽ നിന്നാണ് നമ്മൾ പിന്നത്തെ സിനിമകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിജയങ്ങൾ വരുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ ആ ഒരു ഡിപ്പ് വരുന്നത്, ഈ സിനിമ വർക്കൗട്ട് ആവാണ്ടിരിക്കുക. അതിലൊരു സ്ട്രെസ് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നുന്നു, അയ്യോ നമ്മൾ ഇടിച്ചാൽ മാത്രമേ ആളുകൾക്ക് ഇഷ്ടമാകൂ എന്നുള്ളൊരു രീതി ആളുകളുടെ മനസ്സിലേക്ക് ഞാൻ കൊടുത്തോ, ഞാൻ ആക്ഷൻ തന്നെ ചെയ്താലേ അവർ അംഗീകരിക്കൂ എന്നുള്ളൊരു സാധനം വന്നോ, അല്ലെങ്കിൽ അങ്ങനെ വരുമോ എന്നൊന്നും പിന്നെ ഒരു ഈ ദാവീദിലേക്ക് വരുന്ന സമയത്തൊക്കെ ആയപ്പോഴത്തേനും തോന്നിയില്ലേ? അങ്ങനെയല്ല, പക്ഷെ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചേ, ആക്ഷനെങ്കിലും ആൾക്കാർ അംഗീകരിക്കണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ ആലോചിച്ചു. പിന്നെ നമുക്ക് ആക്ഷൻ മാത്രം ചെയ്യാനല്ല, എല്ലാ ടൈപ്പ് പരിപാടികളും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ചിന്തിക്കും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കോമഡി, RDX ലൈറ്റ് പരിപാടികൾ ആൾക്കാർ ചിരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം അങ്ങനത്തെ പരിപാടികൾ ചെയ്യണമെന്നുണ്ട്, ത്രില്ലേഴ്സ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് പരിപാടികൾ ട്രൈ ചെയ്യണമെന്നുണ്ട്. ഓരോന്നായിട്ട് ഇനി പതുക്കെ വരുമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അതിന് പറ്റിയ പരിപാടികൾ വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മൾ വളർന്നു വന്ന രീതിയിൽ നമുക്ക് ഭയങ്കര മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട് ഞാൻ അത് പുതുക്കി പണിയുക, അതിൽ മാറ്റങ്ങൾ വരിക, ലൈഫ് സ്റ്റൈലിന് ചേഞ്ചസ് വരിക. ശരിക്കും പഴയ ആൻ്റണിയും പെപ്പയും തമ്മിൽ വന്നു കഴിയുമ്പോൾ എന്തോരം വ്യത്യാസം പേഴ്സ്പെക്റ്റീവിന് വന്നിട്ടുണ്ട്, കാഴ്ചപ്പാടിനും ജീവിക്കുന്ന രീതിക്കും എന്തോരം വ്യത്യാസം വന്നിട്ടുണ്ട്. പഴയത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമായിരുന്നു. പക്ഷെ ഇപ്പം എന്താ പറയുക, നമുക്ക് കുറച്ച് ഇങ്ങനത്തെ ടെൻഷൻസ് പരിപാടികൾ അതൊക്കെ ഉണ്ടല്ലോ. അതാണ് എനിക്ക് തോന്നിയൊരു ചേഞ്ച്. ഇപ്പോഴത്തെ ഞാനും പണ്ടത്തെ ഞാനും തമ്മിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഭയങ്കര ഫ്രീ ആയിരുന്നു, പീസ്ഫുള്ളായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഞാനെന്ന് പറയുമ്പോൾ അത്ര പീസ്ഫുള്ളല്ല, അത്ര ഫ്രീ അല്ല. ഈ ഉത്തരവാദിത്തങ്ങളിലും അതെടുക്കുന്നതിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? അതിൻ്റെയൊക്കെ ആയിരിക്കും. നമ്മളിപ്പോൾ ഇങ്ങനെ വലിയ പ്രഷറുകൾ എടുക്കുമ്പോൾ നമുക്ക് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കാം ഏതെങ്കിലും ഒരു സമയത്ത്. അത് എന്ന് വെച്ചാൽ റീസെൻ്റ്ലി ഞാൻ കണ്ടൊരു റീലാണ്. ഇപ്പം എൻ്റെ അപ്പനും അമ്മയ്ക്കും 1980s ഇത്ര ശമ്പളം ഉള്ളായിരുന്നു, സ്വന്തമായി വീടുണ്ടായിരുന്നു, ഞങ്ങൾ 2 മക്കളെ നോക്കുന്നുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, അവരെ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചു. ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പോഴത്തെ ഒരു 30s ഒരാൾ പറയും, ഞാൻ വന്നു അതിൻ്റെ ഇരട്ടി ശമ്പളം എനിക്കുണ്ട്, എനിക്ക് വീടില്ല, എനിക്ക് വീട്ടിൽ കൊടുക്കാനായിട്ട് കാശില്ല, എനിക്കൊന്നും തികയുന്നില്ല എന്ന്. രണ്ടും കണ്ടിട്ടുള്ള ഒരാളാണ് പെപ്പെ. ശരിക്കും അച്ഛൻ വീട് നോക്കിയതും കണ്ടിട്ടുള്ള ഒരാളാണ്, താങ്കളിപ്പോൾ നോക്കുന്നതും കണ്ടിട്ടുള്ളതാണ്. ഏതെങ്കിലും സമയത്ത് ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെ എങ്ങനെയാണ് ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ഞങ്ങളെ? ഉറപ്പായിട്ടും ആലോചിച്ചിട്ടുണ്ട്. എല്ലാം മാനേജ് ചെയ്ത് ഹാപ്പി ആയിരുന്നു. അത് ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് പഴയ കാലം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അത് ഉത്തരവാദിത്വം ഇല്ലാത്ത കഴിയലല്ലേ അപ്പം നോക്കണ കാലം. അങ്ങനെയല്ല, നമുക്ക് സമാധാനം ഉണ്ടായിരുന്ന കാലഘട്ടം അത് ഭയങ്കര അടിപൊളിയായിരുന്നു. എപ്പോഴെങ്കിലും ഈ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് ഇപ്പോൾ പൈസ ചോദിക്കുകയും ചെയ്യുമ്പോൾ സ്കൂളിലെ ടൂറ്, സ്കൂളിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അപ്പൻ്റെ അടുത്ത് എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴെങ്കിലും അന്ന് ചിന്തിച്ചിട്ടുണ്ടോ അപ്പൻ ഇതെങ്ങനെയായിരിക്കും മാനേജ് ചെയ്യുന്നത്, ഞാൻ ചോദിക്കാതിരിക്കണം, അങ്ങനത്തെയൊക്കെ ആ ഒരു അന്ന് നമ്മൾ ചോദിക്കുമല്ലോ, എങ്ങനെയും തരട്ടേന്നല്ലേ നമ്മൾ നോക്കുള്ളൂ. കാരണം ബാക്കിയുള്ള കൂട്ടുകാരന്മാർ തിണ്ടികളെല്ലാവരും പോലെ, അപ്പോൾ അവരുടെ കൂട്ടത്തിൽ കൂടെ നമുക്ക് പോകണ്ടേ. അല്ലാണ്ട് പുള്ളി എന്ത് കഷ്ടപ്പെടണോ അതൊന്നും നമ്മൾ ആ സമയത്ത് നോക്കൂലല്ലോ. ഇപ്പം ആലോചിച്ച് നോക്കുമ്പോഴോ? ഇപ്പം ആലോചിക്കുമ്പോഴും അങ്ങനെ എന്തോ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ അപ്പനോട് പറഞ്ഞു, എൻ്റെ അപ്പനന്ന് എന്തോരം എന്നെ കഷ്ടപ്പെട്ട് എന്നെ വളർത്തി, ഇങ്ങനത്തെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് പരിപാടി നിങ്ങൾ അപ്പനും ആമക്കളും തമ്മിൽ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, യൂഷ്വലി ആമക്കളും അപ്പന്മാരും തമ്മിൽ, ഇപ്പം ഞാൻ പെൺകുട്ടിയാണ്, എനിക്ക് ഭയങ്കര ആൺമക്കളും അമ്മമാരും തമ്മിലായിരിക്കും കൂടുതൽ കണക്ഷൻ ഉണ്ടാവുക, പെൺമക്കളും അപ്പന്മാരും കണക്ഷൻ. അപ്പൊ അപ്പനോട് എനിക്ക് പറയാം. പക്ഷെ ഞാൻ എപ്പോഴും കാണാറുണ്ട് ആമക്കൾ അപ്പന്മാരുമായിട്ട് ഭയങ്കര ഒരു അകൽച്ചയിലാണ് രണ്ട് കൂട്ടരും നിൽക്കുന്നത്. അത് സയന്റിഫിക്കലി ഇതെന്നൊക്കെ പറയുമെങ്കിൽ പോലും എപ്പോഴും അപ്പന്മാരോടൊരു ചെറിയൊരു ഗ്യാപ്പ്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു കണക്ഷൻ? രണ്ടുപേരും സ്വഭാവം ഏകദേശം സെയിം ആയിരിക്കും, അപ്പൊ തമ്മിൽ വർക്കാവൂലല്ലോ. സൗത്ത് പോളും നോർത്ത് പോളും അല്ലേ അടുത്ത്? അത് തന്നെ, പെൺമക്കളും അമ്മമാരും തമ്മിൽ വർക്കാവൂലല്ലോ. ശരി പാടാ. അതാണ് പ്രശ്നം. വഴക്ക് പറയലൊക്കെ ഇഷ്ടംപോലെ ചെറുപ്പത്തിൽ അപ്പൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഒരാളാണോ? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. നല്ല സ്വഭാവമായിരുന്നു. അമ്മയുടെ തന്നെ കിട്ടാറ്, കിട്ടിയിട്ടില്ല എന്നല്ല. അപ്പൻ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അമ്മയായിരുന്നു മൊത്തം. അതുപോലെ ഇപ്പം നമ്മൾ സെമിനാറിലേക്ക് പോകാന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഓൾട്ടർ ബോയ് ആയിരുന്നിരിക്കണം. അൾത്താരയില് സ്ഥിരം കുർബാനയ്ക്ക് കൂടി നിന്നിരുന്ന ആള് സ്ഥിരം പോകാറുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അവിടെയൊക്കെ നിൽക്കുമ്പോഴല്ലേ നമുക്ക് ആ അച്ഛനെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കും അച്ഛനാവണം, ആ ഒരു നിൽക്കണം. എനിക്ക് 5ാം ക്ലാസ്സിൽ ഒരു ദിവസം അങ്ങാണ്ട് അങ്ങനെ സിസ്റ്റർ ആവണം എന്ന് ഒരു ദിവസം തോന്നിയായിരുന്നു. അയ്യോ, പക്ഷെ പിന്നെ ഒരിക്കലും തോന്നില്ല. അന്ന് ആ ഉടുപ്പം സിസ്റ്റർമാരിങ്ങനെ പ്രാർത്ഥിക്കുന്ന പാട്ടൊക്കെ പാടാനായിട്ടപ്പോൾ എനിക്ക് തോന്നി രസമാണ്. പക്ഷെ ആർക്കും തോന്നും. പക്ഷെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് മാറിയായിരുന്നു. അപ്പം പക്ഷെ നമ്മൾ സൺഡേ സ്കൂളൊക്കെ നമുക്ക് ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ, നമ്മൾ പള്ളിയിൽ ഇങ്ങനെ പോകണം ചിട്ടയായിട്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ അങ്കമാലി തൃശ്ശൂർ ഭയങ്കര ചിട്ട. ഞങ്ങളുടെ അവിടെ സൺഡേ സ്കൂളിലൊക്കെ ഭയങ്കര അലമ്പായിരുന്നു. ഞാൻ ചോദിക്കണതിന് മുന്നേ തന്നെ ഞങ്ങൾ അലമ്പായിരുന്നു.
ടീച്ചേഴ്സൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അങ്ങനെയാണല്ലോ. ഈ പക്ഷേ ഈ പ്ലസ് സൺഡേ സ്കൂളിലാണല്ലോ വേറെ സ്കൂളിലെ കുട്ടികൾ നമ്മളുമായിട്ട് ഇടപഴകുന്ന നമ്മുടെ ഒരു സ്ഥലം. ഏറ്റവും കൂടുതൽ കത്തോലിക്ക നമ്മുടെ ആ ഇടവക പ്രണയങ്ങൾ സംഭവിക്കുന്നത് സൺഡേ സ്കൂളിലാണ്. നല്ല പെൺകുട്ടികളെ കാണുക, നല്ല ആൺകുട്ടികളെ നോക്കി വയ്ക്കുക, കുർബാനയുടെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഓൾട്ടർ ബോയ്ക്ക് നോക്കാൻ കൂടുതൽ സാഹചര്യങ്ങളായിരുന്നോ അതോ ശ്രദ്ധ? ആ സമയത്ത് നമ്മൾ അങ്ങനെ വലിയ അച്ഛനാവണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ വലിയ വായനോട്ടം പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ക എപ്പോഴാ തുടങ്ങിയ? പിന്നെ അല്ല, 8ാം ക്ലാസ്സിലൊക്കെ വെച്ചൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. എടോ ആ സമയത്ത് കഴിഞ്ഞ് താമിന് അച്ഛനാവാൻ പോയില്ലേ? പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നാൾ ഒരാളുടെ അടുത്ത് ഇങ്ങനെ ഇഷ്ടം തോന്നിയിരുന്നു. മുളയിലെ അവര് തന്നെ തിരിഞ്ഞു നോക്കാതിരുന്ന നുള്ളി കളഞ്ഞതാണല്ലോ. പിന്നെ ആ സമയത്ത് ഞാൻ അൾത്താരയിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ മറ്റേ അച്ഛൻ്റെ കൂടെ എന്നിട്ട് മറ്റേ ഇത് നീട്ടി കൊടുത്തപ്പോൾ മറ്റേ ഓസ്തി സ്വീകരിക്കാൻ മറ്റേ ഇത് പിടിച്ചു. അയ്യോ, ഈ ദാവീദിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഡയറ്റിൽ നമ്മൾ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി. ഇപ്പം ഒരുപാട് ആക്ഷൻ സിനിമകൾ ചെയ്തൊരാൾക്ക് ഇതിന് വേറെ എന്തായിരുന്നു ഒരു വ്യത്യാസമുള്ളത്? ബോക്സിങ്, പ്രൊഫഷണൽ ബോക്സിങ്. അപ്പോൾ ഭയങ്കര വ്യത്യാസം. നമ്മുടെ നാടൻ തല്ല് പരിപാടികളൊന്നും അവിടെ നടക്കൂല. പ്രോപ്പർ ആ സ്റ്റാൻസ്, ഗാർഡ്, ലീവിങ്, അതൊക്കെ കാലിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്രത്തോളം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ഡീസൻ്റായിട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇടി കിട്ടിയോ? അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടും. നമ്മൾ മറ്റേ ഇത് നമ്മൾ രണ്ടുപേരും കോച്ചായിട്ട് നമ്മൾ ഇടയ്ക്ക് ഇടിച്ചു നോക്കും പക്ക. അപ്പോൾ ആ സമയത്ത് കിട്ടും, കൊടുക്കും. രണ്ടുമുണ്ട്. ഈ ഇതൊക്കെ ഗാർഡ് അത് ഗാർഡ് വെക്കും. ഗാർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ പല്ല് പോകും. ചോര വരല് വല്ല അതിൻ്റെ ഇടയിലുണ്ടായോ? ഇല്ല, ചോര വരുന്ന പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കുള്ള ഇടിയടിയൊന്നും ആയിട്ടില്ല. തലക്കിട്ട് ഇടി മറ്റേ അത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് മൂക്കിന് ഒരെണ്ണം കിട്ടിയായിരുന്നു നല്ലത്. അത് ഷൂട്ടിൻ്റെ ഇടയിൽ. അത് പക്ഷെ നമ്മൾ പൊന്നീച്ച ഉറക്കാന്ന് പറയില്ലേ, ഇടി കൊണ്ടിട്ട് ഞാൻ ഓടി. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഇതെന്താ, അതായത് എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് കൃത്യമായിട്ടും ഇവിടെ മൂക്കിലേക്ക് ലാൻഡ് ചെയ്തു. ഭാഗ്യത്തിന് ചോരയൊന്നും വന്നില്ല. അതേപോലെ തന്നെ ഞാൻ തിരിച്ച് ഇതേപോലെ തന്നെ ശരിക്കും ഇടിക്കണ സീൻ തന്നെ. അപ്പോൾ ശരിക്കും ഇടിച്ചിട്ട് ആ പയ്യൻ്റെ കിളി പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളി സെറ്റായത്. അവൻ ഓടിപ്പോയില്ല. അവന് ഓടാൻ പറ്റിയിട്ട് നിലത്ത് വീണു. അവൻ നല്ല ഇടിയായിരുന്നല്ലേ? നല്ല ഇടി എനിക്കും കിട്ടി. അടുത്തതും ആക്ഷൻ സിനിമകളാണോ താങ്കൾ ചിന്തിക്കുന്നത്? നമ്മൾ അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഈ ഒരു പോക്കും? അല്ല, ആക്ഷൻ ഉണ്ട്, അങ്ങനെ ആക്ഷൻ മാത്രമല്ല. അതുപോലെ അന്നത്തെ ആള് ഇത്രയും ശരിക്കും അഭിനയത്തിൽ മെച്യൂരിറ്റി വരുന്നുണ്ട്, കാഴ്ചപ്പാടുകൾ സിനിമ ചൂസ് ചെയ്യുന്നതിൽ മെച്യൂരിറ്റി വരുന്നുണ്ട്. ഇപ്പോൾ വരുന്ന സിനിമകൾ ഒത്തിരിയും ആക്ഷൻ പാക്ഡ് ആയിട്ടാണോ? പ്രത്യേകിച്ച് RDX കൂടെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു വിജയം കൂടെ കഴിയുമ്പോൾ കഥകൾ കൂടുതലും അങ്ങനെ വരണത്. പക്ഷെ എന്നാലും വേറെ ടൈപ്പും വരുന്നുണ്ട്. ഒരു ആ 2 സിനിമകൾ ഇപ്പം അതിനിടയിൽ വന്ന സിനിമകൾ ഈ പ്രണയവും കോമഡി ഇത്രയും വർക്ക് ആവാഞ്ഞപ്പം ഇപ്പം അങ്ങനെ സിനിമകൾ വന്നു കഴിയുമ്പോൾ പേടിയായോ? നമുക്ക് യൂഷ്വലി നമുക്ക് വർക്ക് ആവാണ്ടാവുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ വരും. പക്ഷെ എന്നാലും നമുക്ക് പുതിയതൊന്ന് ട്രൈ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യണം. ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ, ഐ മീൻ പ്രൊഡ്യൂസർക്കൊന്നും. ദാവീദിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ബോക്സിങ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന് ബോക്സിങ് ലൈസൻസും പരിപാടിയൊക്കെ വേണ്ടേ? അതൊക്കെ എടുത്തോ? അതിൻ്റെ ലൈസൻസിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമുക്ക് ഇറങ്ങാം, ഫൈറ്റിന് ഇറങ്ങാം. പ്രൊഫഷണൽ ഇറങ്ങാം. അപ്പോൾ ഈ ക്രിക്കറ്റിൻ്റെ കൂടെ അതും തുടങ്ങുമോ? എൻ്റെ പൊന്ന്, ഞാൻ ഇടയ്ക്കൊക്കെ നമുക്ക് വിശ്വസ്തരായ ആളുകളുടെ കൂടെ വേണമെങ്കിൽ മാച്ചിന് ഇറങ്ങാം. പക്ഷെ ചില കിളി പോയ ആൾക്കാരോടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ഇടിച്ച് റൊട്ടിയാക്കും നമ്മൾ കേട്ടിട്ടുണ്ട് സ്ട്രെസ് കളയാനായിട്ട് ബോക്സിംഗ് റിങ്ങിൽ കയറി ഇടിക്കുന്നതൊക്കെ ഭയങ്കര നല്ല പരിപാടിയാണ്. നമുക്ക് വേണമെങ്കിൽ വെറുതെ ഒറ്റയ്ക്കൊക്കെ നിന്ന് പ്രാക്ടീസ് ചെയ്യണത് നല്ല സ്ട്രെസ് കളയാൻ നല്ലതാണ്. വേറെ ഉള്ളവരുടെയും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സ്ട്രെസ് ചിലപ്പോൾ നമ്മുടെ മേത്തായിരിക്കും തീർക്കുക. മൂക്കിന് കിട്ടിയാലും വളഞ്ഞിട്ടില്ല, ഇനി ഞാനായിട്ട് വളയ്ക്കുന്നില്ല. കിട്ടുമ്പോൾ മനസ്സിലാവുള്ളൂ അതിൻ്റെ സുഖം എന്താണെന്നുള്ളത്. ഇങ്ങനത്തെ സ്ട്രെസ്സുള്ള പണിക്കൊന്നും ഞാൻ പോയില്ല. ഈ സിനിമ തുടങ്ങിയിട്ട് ബോക്സ് ചെയ്ത് കുറഞ്ഞതാണോ അതോ അതിന് മുന്നേ തന്നെ ബോഡി സെറ്റാക്കി? അതിന് മുമ്പ് ഒരു 2 മാസം ഞങ്ങൾ പ്രോപ്പറായിട്ട് ബോക്സിങ് ട്രെയിനിങ് ഉണ്ടായിരുന്നു, ഡയറ്റ്, ജിം വർക്കൗട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് ക്രിക്കറ്റ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊരു 2 മാസം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷെഡ്യൂൾ എനിക്ക് തോന്നുന്നു ഒരു 15-20 ദിവസം 30 ദിവസം എന്തോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സെക്ഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഷൂട്ട്, അങ്ങനെ ഈ ഇതിന് വേണ്ടിയിട്ട് മാറുമ്പം ഇടിപ്പടം ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യമല്ലല്ലോ. താങ്കളും ഇടിപ്പടങ്ങളും തമ്മിൽ വല്ലാത്തൊരു ബന്ധമാണല്ലോ, അത് ജീവികളുമായിട്ടും അല്ലാതെ. അപ്പോൾ ബോക്സിങ്ങിൽ വരുമ്പോൾ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് ഫുഡിൽ കുറേ മാറ്റങ്ങൾ വരുത്തലുണ്ടായിരുന്നു ഈ ഇതല്ലാതെ? പക്ക, അതായത് നല്ല ചേഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം
രാവിലെയൊക്കെ ഞാനൊക്കെ സാധാരണ പുട്ട് കടല അല്ലെങ്കിൽ തലേ ദിവസത്തെ ചോറും എന്തെങ്കിലും കറികളുണ്ടെങ്കിൽ അതൊക്കെയാണ് നമ്മൾ ഒരു ക്രമം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പ്രോപ്പർ നമുക്കൊരു ട്രെയിനർ ഉണ്ടായിരുന്നു. അപ്പോൾ സുഗു പിള്ള എന്നാണ് പുള്ളിയുടെ പേര്, കൊല്ലത്ത് ബേസ്ഡ് ചെയ്തിട്ടാണ് പുള്ളി. നമുക്ക് രാവിലെ 2 മുട്ട പിന്നെ 2 ബ്രെഡ്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ യോഗട്ട് ഉണ്ട്. അത് മറ്റേ ഇത് കുറഞ്ഞ യോഗട്ട് ഉണ്ട്, കാലറീസൊക്കെ കുറഞ്ഞ യോഗട്ട് ഉണ്ട്. പിന്നെ പ്രോട്ടീൻസ്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളന്നാ തരാം. അതായത് നമ്മൾ ഈ കറിയൊക്കെ കഴിക്കില്ലേ, കറി ശരിക്കും ചോറിൽ നമ്മൾ കറി എടുക്കുന്ന അത്രയും ചോറ് എടുക്കാൻ പാടുള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഒരു 100 ഗ്രാം 150 ഗ്രാം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഉടത്ത് കറി ഉണ്ടാവും, പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് ഉണ്ടാവും. ഇത് തന്നെ വൈകുന്നേരം സെയിം റിപ്പീറ്റ്. അതിൻ്റെ ഇടയിൽ പിന്നെ യോഗട്ട് അങ്ങനെ. പിന്നെ നമുക്ക് ഡയറ്റ് കോക്കൊക്കെ കുടിക്കാം, 0 ഷുഗറായിട്ടുള്ള പരിപാടികളൊക്കെ കുടിക്കാം. അത് ഒരു കുറച്ച് നാൾ. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തുനിന്ന് ചോറ് പയ്യാൻ എടുത്ത് മാറ്റും. ചോറ് മാറ്റിയിട്ട് ഇത് മാത്രം ആക്കും. അപ്പം നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. പിന്നെ അവസാന സ്റ്റേജിലൊക്കെ ആകുമ്പോൾ ഈ ഉപ്പില്ലേ, ഉപ്പിട്ട വെള്ളം, ഈ സോൾട്ട് കട്ടിങ് അങ്ങനെ എന്താ പറയണ, വാട്ടർ നമ്മുടെ ശരി. ആദ്യം സോൾട്ട് ഇങ്ങനെ കയറ്റിയിട്ട് പിന്നെ കുറേ ദിവസം ഈ 10 ലിറ്റർ എന്നുള്ളത് 8 ലിറ്റർ, 6 ലിറ്റർ, 5 ലിറ്റർ, അങ്ങനെ കുറച്ച് 2 ലിറ്റർ, അങ്ങനെ അത് ഏറ്റവും കുറവിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ബോഡി വെയിറ്റ് ലൂസോ അങ്ങനെ പറയണത്. അപ്പം അങ്ങനെ ആ സമയത്ത് ഭയങ്കര വടം മൂത്രമൊക്കെ ഒഴിച്ച് നമ്മൾ ആവശ്യമാവും. ട്രാവലൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടല്ലോ, നമ്മൾ കഷ്ടപ്പെടും. അയ്യോ, ആ സമയത്ത് വിശന്നിട്ടും പിന്നെ ക്രേവിങ്സ് എല്ലാം കൊണ്ടും. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അഭിനയിക്കാൻ വേണം, അഭിനയിക്കണം. അതിൻ്റെ ഒപ്പം ജിമ്മിൽ പോകണം. രാവിലെ ജിമ്മിൽ പോവും, അത് കഴിഞ്ഞ് ബോക്സിങ് ട്രെയിനിങ് ഉണ്ടാവും 1 hour. അത് കഴിഞ്ഞിട്ട് ഷൂട്ടിന് പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷൂട്ടിനിടയിൽ ഇത് തന്നെ പരിപാടി. അതിൻ്റെ ഇടയിൽ ഫുഡ് കൺട്രോൾ, അങ്ങനെ മൊത്തത്തിൽ നല്ല ജഗപൊകയായിരുന്നു. നല്ല അടി ഇതിന് മുന്നേ കിട്ടിയെങ്കിലും ഇത്രയും വേദനിച്ച് കഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര ടഫ് പരിപാടിയായിരുന്നു. പിടിക്കണതിന് മുന്നേ അറിയാമായിരുന്നോ പണിയായിരിക്കും? എനിക്ക് നല്ല ഒരിതുണ്ടായിരുന്നു. പക്ഷെ പിടിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ചോറൊക്കെ എന്തോരം കഴിച്ചുകൊണ്ടിരുന്നതാണ്, ഇഷ്ടമുള്ള കറികൾ, ഇതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്കമാലിക്കാരുടെ തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് സൽക്കാരപ്രിയരാണ്. വീട്ടിൽ നിന്ന് ഒളിച്ച് കിടത്തുക, വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ഒന്നുമില്ല, ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തെല്ലാം. എനിക്ക് തോന്നുന്നു ഒരു 99% ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കഷ്ണമൊക്കെ ഇരിക്കും, ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഇത് കുഴപ്പമില്ലായിരിക്കും. അതിന് പകരം കുറച്ച് നേരം ഒന്ന് അരമണിക്കൂർ ഓടിക്കഴിഞ്ഞത് ശരിയാവും. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു കഷ്ണമൊക്കെ അത് അങ്ങനെ അതിനൊരു ചീറ്റിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ക്രേവിങ്സ് ചീറ്റിംഗ് അല്ല. ഈ താങ്കളുടെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അവിടെ അൽഫോൻസാമ്മയ്ക്ക് മാത്രം വീട്ടിൽ ഉള്ള ഒരു പ്രത്യേക ഡിഷ് ഉണ്ടോ, ഒരു പ്രത്യേക റെസിപ്പിയൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ അവിടെ വെക്കണം മറ്റേ മാങ്ങാക്കറി, അച്ചിങ്ങ, മീൻകറി, ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും നന്നായിട്ട് വയ്ക്കും. അത്യാവശ്യം അടിപൊളിയായിട്ട് വയ്ക്കും. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് അങ്ങനെ എല്ലാവരും കഴിക്കണൊക്കെ തന്നെ. താങ്കൾ കുക്ക് ചെയ്യുമോ? ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് ഇപ്പോൾ വീട്ടിൽ ആരും ഇല്ലാത്ത അവസ്ഥയിലൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ സ്വന്തം റെസിപ്പി എൻ്റെ ബോഡി നോക്കാനുള്ള ഇല്ല ആ സാഹസങ്ങളിലോട്ട് കിടന്നിട്ടില്ല. ഇല്ല. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുമോ? ആര്? നിങ്ങൾ കാണുമോന്ന് അറിഞ്ഞിട്ട് വേണ്ട നമ്മൾ പോയി കാണാം. നമ്മളൊക്കെ ഇത് കാണണം. ഞാൻ എന്തായാലും കാണും, ഇത്തവണ ഉറപ്പായിട്ടും കാണും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് ഞാൻ ചോദിക്കാം ഏത് തിയേറ്ററിലാന്ന് നോക്കാമല്ലോ. അല്ല, വിശ്വാസം അതല്ലേ എല്ലാം. ഞാൻ വരും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ്. അടിപൊളി, സന്തോഷം. താങ്ക് യു.